ശ്രീ മോദിക്ക് മോസ്കോയിൽ വേറിട്ട ഒരാചാര വെടിക്കെട്ട്. സ്വാഗതം, വണക്കം, സുപ്രഭാതം. ഏവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോസ്കോയിൽ ഐതിഹാസികമായ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഓരോ അംശങ്ങളും മാധ്യമങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ആദരവോടെ ഭാരതത്തിലെ ഓരോ ഭവനത്തിലും അതാത് സമയത്ത് തൽക്ഷണം കൃത്യമായി എത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ഏവർക്കും അനുഭവമാണ്. അതുകൊണ്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. എന്നാൽ ഒരു പക്ഷേ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാത്തത്, മാധ്യമങ്ങൾ നിങ്ങളെ അറിയിക്കാത്ത ഒരു യാഥാർത്ഥ്യം അല്പം ഒന്ന് സൂചിപ്പിക്കുക ഈ ഹ്രസ്വമായ വീഡിയോയുടെ ഏകമായ ലക്ഷ്യമാണ്. അതെന്താണ്? നമുക്കറിയാം, സാധാരണ ഒരു പ്രധാന അതിഥി ഒരു രാജ്യം സന്ദർശിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബഹുമാന പുരസ്സരം ഒരു ആചാര വെടിക്കെട്ട്, 21 സൺ ഗല്യൂട്ട്, ഗൺ സല്യൂട്ട്, 21 ഗൺ സല്യൂട്ട്. അത്ര പ്രാധാന്യമില്ലാത്ത ആളെങ്കിൽ അത് 14 കുറഞ്ഞെന്നിരിക്കും. എന്തിനാണ് വെടിയുണ്ട വെറുതെ കളയുന്നത്? അപ്പോൾ വരുന്ന ആളിൻ്റെ ഗാംഭീര്യം അനുസരിച്ചാണ് വെടിവെക്കുന്നതിൻ്റെ എണ്ണം നിശ്ചയിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോദി ഇന്ന് ലോകത്തിലെ ഏറ്റവും ആരാധ്യനായ ഒരു നേതാവാകിയാൽ ഏതാണ്ട് വിശ്വഗുരുവിൻ്റെ സ്ഥാനത്ത് അദ്ദേഹം നൈസർഗികമായി എത്തിയിരിക്കയാൽ അദ്ദേഹത്തിന് പുടിൻ വളരെ കരുതിക്കൂട്ടി, വളരെ ആലോചിച്ച്, തൻ്റെ എല്ലാവിധമായ സർഗാത്മകതയും ഉപയോഗിച്ച് തിട്ടപ്പെടുത്തിയ അനിതര സാധാരണമായ ഒരു ആചാര വെടിയെപ്പറ്റിയാണ് എനിക്ക് നിങ്ങളോട് അല്പമായി പറയാനുള്ളത്. സാധാരണ നേതാക്കന്മാരാരെങ്കിലും മോസ്കോയിൽ ചെന്നിരുന്നുവെങ്കിൽ മോസ്കോയിൽ വെച്ചാണ് ഈ ആചാര വെടികൾ നടത്തുമായിരുന്നത്. പക്ഷേ നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോസ്കോയിൽ ചെന്ന് പുടിനെ കെട്ടിപ്പിടിച്ചപ്പോൾ ആചാരവെടി നടന്നത് മോസ്കോയിലല്ല, റഷ്യയിലല്ല, പിന്നെയോ അടുത്ത രാജ്യമായ യുക്രൈനിലാണ്. ആ വെടി കൊണ്ടത് കുഞ്ഞുങ്ങൾക്കും സ്ത്രീകൾക്കുമാണ്. കുഞ്ഞുങ്ങളെ ചികിത്സിക്കുന്ന ഒരു ഹോസ്പിറ്റൽ, ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ മുഴുവനും ബോംബിട്ട് നശിപ്പിച്ചു. എത്ര കുഞ്ഞുങ്ങൾ മരിച്ചു എന്നതിൻ്റെ കൃത്യമായ കണക്ക് എനിക്കിപ്പോഴില്ല. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു ആശുപത്രിയും പുടിൻ അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് തകർത്ത് കൈ കൊടുത്തു. അപ്പോൾ നല്ല രണ്ട് ആചാര വെടികൾ, സമാനതയില്ലാത്ത ആചാര വെടികൾ, ഇത് നടത്തുന്നത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോസ്കോയിൽ ഇറങ്ങുമ്പോഴാണ് എന്നത് പ്രത്യേക ശ്രദ്ധേയമാണ്. ഇത് ലോകത്തെ എല്ലാ രാജ്യങ്ങളും, ലോകത്തിലുള്ള ജനത മുഴുവനും വളരെ കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇതിനെ സംബന്ധിച്ച് വളരെ ശ്രദ്ധേയമായ, ഒരുപക്ഷെ പ്രകമ്പനം കൊള്ളിക്കുന്ന പ്രതികരണം ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങൾ. ഞാൻ പാശ്ചാത്യ രാജ്യങ്ങളുടെ പ്രതികരണങ്ങൾക്ക് അവർ അർഹിക്കാത്ത പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയല്ല. കാരണം അവർ മാനുഷിക മൂല്യങ്ങളെയും അവകാശങ്ങളെയും ഒക്കെ പ്രതിപാദിക്കുന്നത് അവിടെ രാഷ്ട്രീയത്തിൻ്റെയും സാമ്പത്തികമായ നേട്ടത്തിൻ്റെയും ഭാഗമായിട്ട് മാത്രമാണ്. അല്ലാതെ മാനുഷികമായ, ധാർമ്മികമായ, ആധ്യാത്മികമായ മൂല്യങ്ങൾക്കോ മാനദണ്ഡങ്ങൾക്കോ അതർഹിക്കുന്ന അതിൻ്റേതായ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാഴ്ചപ്പാട് അമേരിക്കയ്ക്കോ ഗ്രേറ്റ് ബ്രിട്ടനോ ഫ്രാൻസിനോ ജർമ്മനിക്കോ ഒന്നുമില്ല എന്നതാണ് നാളിതുവരെയുള്ള എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അവർ പറഞ്ഞതുകൊണ്ട് ഏതാണ്ട് വലിയ കാര്യം സംഭവിച്ചു എന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലുള്ള ആളല്ല ഞാൻ. എന്നാൽ സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിവുള്ളത് കൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോസ്കോയിൽ ഇറങ്ങിയ അതേ സമയത്ത് അതിദാരുണമായ ഈ രണ്ട് അക്രമങ്ങൾ, മനുഷ്യ മനസാക്ഷി എത്ര കാഠിന്യം പ്രാപിച്ചു എന്ന് ഒരിക്കലും ലോകത്തുള്ള എല്ലാവരെയും ഞെട്ടിപ്പിക്കുകയും
അവരുടെ ധർമ്മരക്ഷത്തെ ഉണർത്തുകയും ചെയ്യാൻ പര്യാപ്തമായ ഈ 2 ആചാര വെടിക്കെട്ടുകൾ പുടിൻ നമ്മുടെ പ്രൈം മിനിസ്റ്ററുടെ ബഹുമാന പുരസ്സരം ക്രമീകരിച്ചത് എന്നത് ഭാരത പൗരന്മാരായ ഭാരതവാസികളായ നാം എല്ലാവരും ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. ഇതിൽ പുടിൻ്റെ ഒരു വലിയ കൂർമ്മ ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അദ്ദേഹം പാശ്ചാത്യ രാജ്യങ്ങൾ പുടിൻ്റെ റഷ്യയെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്, യാതൊരു സംശയവുമില്ല. നേറ്റോയുടെ കടന്നാക്രമണം പുടിനെ സംബന്ധിച്ചിടത്തോളം ഒരു തലവേദനയാണ്, അതും ഞാൻ സമ്മതിക്കുന്ന കാര്യമാണ്. പൂർവാധികമായ നേറ്റോയുടെ സ്വാധീനം വർദ്ധിക്കുന്നു. അതിൽ ന്യായമായും പുടിനെ പോലെയുള്ള ഒരു സാമ്രാജ്യവാദിക്ക് ചിന്താക്കുഴപ്പം, ബിംബിഷ്ടം, പ്രതിഷേധമുണ്ടാകും. അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ പുടിൻ അമേരിക്ക നേതൃത്വം നൽകുന്ന ലോക രാഷ്ട്ര കൂട്ടുകെട്ടുകൾക്ക് ബദലായ മറ്റൊരു കൂട്ടുകെട്ടുണ്ടാക്കുവാനായി നന്നേ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ചൈനയുണ്ട്, നോർത്ത് കൊറിയയുണ്ട്, അറബ് രാജ്യങ്ങൾ പലരും അതിൽ പോകാൻ സാധ്യതയുണ്ട്, സൗത്ത് ആഫ്രിക്കയുണ്ട്, ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിൽ താല്പര്യം കാണിക്കുന്നുണ്ട്. ഡോളർ കേന്ദ്രീകൃതമല്ലാത്ത ഒരു ലോക സാമ്പത്തിക വ്യവസ്ഥിതി ഉണ്ടാക്കുവാനുള്ള തത്രപ്പാട്, അതിൻ്റെ പലവിധമായ വശങ്ങൾ. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിദേശ നയം എന്തായിരിക്കും? നമ്മൾ ന്യൂട്രാലിറ്റി പാലിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ നോൺ അലൈൻമെൻറ്റ് എന്ന് പറയുന്ന ഒരു പാതയിൽ സഞ്ചരിക്കാൻ താല്പര്യപ്പെടുന്നു. അമേരിക്കയുടെ നേതൃത്വത്തോടും റഷ്യയുടെ നേതൃത്വത്തോടും നമ്മെ തന്നെ കീഴ്പ്പെടുത്താതെ നമ്മുടേതായ പാത, ടു കട്ട് അവർ ഓൺ പാത്ത്, അതിനെപ്പറ്റി അഭിമാനം കൊള്ളുന്ന വ്യക്തിയാണ് ഞാൻ. മറ്റ് ശക്തികളുടെ അടിമയാകാതെ അവർക്ക് കുഴലൂതുക മാത്രമാണ് നമ്മുടെ ധർമ്മമെന്ന് ചിന്തിക്കാതെ നമുക്കുള്ള കഴിവുകളിൽ നമ്മുടെ ആധ്യാത്മിക ധാർമ്മികമായ ദർശനത്തെ മാനിക്കുന്ന വിധത്തിൽ അനുസരിച്ച് ഒരു വിദേശ നയം സ്വീകരിക്കുക. അതിൻ്റെ പിൻബലത്തിൽ ലോകരാഷ്ട്രങ്ങളുടെ മധ്യത്തിൽ ഭാരതത്തിന് സംഭാവന ചെയ്യാനുള്ള നല്ല കാര്യങ്ങൾ എന്താണ്, അത് കൂടുതൽ കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുക. ഇങ്ങനെയുള്ള സമീപനത്തിൽ ഞാൻ സന്തോഷിക്കുന്ന വ്യക്തിയാണ്, അഭിമാനിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ അത് ലോക ശക്തികളുടെ ഈ വടംവലി വളരെ മൂർച്ഛിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ സാധ്യമല്ല എന്ന ഒരാശയമാണ് പുടിൻ നമ്മുടെ പ്രൈം മിനിസ്റ്റർക്ക് ഈ ഒരു സംഭവത്തിൽ കൂടെ വളരെ വ്യക്തമായി വെളിപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കൾ വലിയ അഭിമാനത്തോടുകൂടെ ഞങ്ങൾ അവിടെയുമല്ല ഇവിടെയുമല്ല, ഞങ്ങൾ ഞങ്ങളുടെ പാതയിൽ സഞ്ചരിക്കും എന്നൊക്കെ പറയുന്നല്ലോ. അതങ്ങ് അളയിൽ വെച്ചാൽ മതി. അങ്ങനെയുള്ളൊരു ലോകത്തിലല്ല താങ്കൾ വസിക്കുന്നത്. ഒന്നിലവിടെ അല്ലെങ്കിൽ ഇവിടെ. അങ്ങോട്ട് പോകാതിരിക്കത്തക്കവണ്ണമുള്ള മാർഗം ഉണ്ടാക്കാൻ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ 2 പടക്കം യുക്രൈനിൽ പൊട്ടിക്കും. അത് ലോക മനസാക്ഷിയെ വ്രണപ്പെടുത്തുന്ന വിധത്തിൽ പടക്കം പൊട്ടിക്കും. അതുകൊണ്ട് താങ്കൾ അതേ സമയത്ത് ഇവിടെ ആയിരുന്നത് കൊണ്ട് താങ്കൾക്കും അതിൽ പങ്കുണ്ട് എന്ന ഒരു പ്രതീതി ഉണ്ടാക്കി അമേരിക്ക തുടങ്ങിയുള്ള പാശ്ചാത്യ ശക്തികൾ നിങ്ങൾക്കെതിരെ ശത്രുതാ മനോഭാവം ഉണ്ടാക്കുവാനുള്ള കൂർമ്മബുദ്ധി എനിക്കുണ്ട്. അതുകൊണ്ട് ഇതുവരെ നിങ്ങൾ പാടിയ പാട്ട് ഇനി അങ്ങോട്ട് പാടണ്ട, റഷ്യ മോസ്കോയിൽ നിന്ന് പാടുന്ന പാട്ട് ഏറ്റുപാടിയാൽ മതി എന്ന ഒരു ധ്വനി ഇതിനുണ്ട് എന്നത് എന്നെപ്പറ്റി, എൻ്റെ കാഴ്ചപ്പാടിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമാണ്. ഇത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഇത് വളരെ ദൗർഭാഗ്യകരമായിപ്പോയി. നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോസ്കോയിൽ ചെന്ന് ഇറങ്ങുമ്പോൾ അതിൻ്റെ സൂചകമായി യുക്രൈനിലെ കുട്ടികളും ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കുന്ന കുഞ്ഞുങ്ങളും ആശുപത്രിയിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന സ്ത്രീകളുമാണ് മരിക്കേണ്ടതെങ്കിൽ അത് നമ്മുടെ മനസാക്ഷിയിൽ ഒരിക്കലും മാറിപ്പോകാത്ത കളങ്കമായി നിൽക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് പുടിനെ പോലെയുള്ള സാമ്രാജ്യവാദികളുമായി ചങ്ങാത്തം പാലിക്കാനായി ശ്രമിക്കുമ്പോൾ വളരെ ബുദ്ധിമാനെന്ന് സ്വയം കരുതുകയും മറ്റനേകർ അപ്രകാരം അദ്ദേഹത്തെ പാടി വാഴ്ത്തുകയും ചെയ്യുന്ന നരേന്ദ്രമോദിയെ പോലെയുള്ള ആളുകൾ കുറച്ചുകൂടെ ഒരു യാഥാർത്ഥ്യബോധം പാലിക്കണം എന്ന ഒരു ചെറിയ അഭിപ്രായം ഈ എളിയവനുണ്ട്.
എന്ന് ഒന്ന് സൂചിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ലോക രാഷ്ട്രങ്ങളുടെ ഈ വടംവലിയിൽ ധാർമ്മികവും ആധ്യാത്മികവുമായ മൂല്യങ്ങൾക്ക് പഴന്തുണിയുടെ വിലയില്ല എന്നതാണ് അന്താരാഷ്ട്രീയ തലത്തിലെ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള കൂട്ടുകെട്ടുകളുടെ, സൗഹാർദ്ദങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായ തത്വം. There is no space for ethics, for morality, for humane considerations in this brutal war for domination of the world order by two unconscionable blocks of power. ഇത് മനസ്സിലാക്കിയേ മതിയാകൂ. അതുകൊണ്ട് ഈ സമയത്ത് മോസ്കോയിൽ പോയി ഏതാണ്ട് വലിയ എന്താണ് പറയുന്നത്, കൊഴുക്കട്ട കൊണ്ടുവരാം എന്ന ഒരു ചിന്ത, അതുകൊണ്ട് നമുക്ക് സാമ്പത്തികമായ നേട്ടമുണ്ടായാൽ തന്നെയും ഇത് വളരെ ദൗർഭാഗ്യകരമായി പോയി എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇങ്ങനെ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നുവെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇത് അന്താരാഷ്ട്രീയ തലത്തിൽ നമ്മളുടെ നിലപാടിനെ നന്നേ കൊച്ചാക്കിയിട്ടുണ്ട്. പുടിൻ നരേന്ദ്രമോദിയെയും ഭാരതത്തിലെ 140 കോടി ജനങ്ങളെയും മനഃപൂർവ്വം അപമാനിക്കുകയായിരുന്നു എന്നത് എനിക്ക് യാതൊരു സംശയമില്ല. എനിക്ക് റഷ്യയോട് പ്രത്യേകമായ ദേഷ്യമോ അമേരിക്കയോട് കൂറോ ഇല്ല. എനിക്ക് വാസ്തവത്തിൽ എൻ്റെ തിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കുമ്പോൾ റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചിനോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം. എൻ്റെ സാഹിത്യപരമായ ആ ചായ്വ് വെച്ച് നോക്കുമ്പോൾ റഷ്യൻ ലിറ്ററേച്ചറാണ് എനിക്ക് ഏറ്റവും പ്രിയമായിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് റഷ്യയോട് സാംസ്കാരികമായ ഒരു വലിയ അടുപ്പമുണ്ട്. 1994 ഞാൻ ഡൽഹിയിൽ നിന്ന് ലണ്ടനിലോട്ട് പോകുമ്പോൾ അന്ന് എയ്റോഫ്ലോട്ടിലാണ് ഞാൻ യാത്ര ചെയ്തത്. കാരണം ഏറ്റവും ചിലവ് കുറഞ്ഞ് സഞ്ചരിക്കാൻ എയ്റോഫ്ലോട്ടാണ് നല്ലത്, നിങ്ങൾക്കറിയാം. അപ്പോൾ വലിയ സൗകര്യമൊന്നുമില്ലാത്ത യാത്രയാണ്, പക്ഷേ ഒരു ചിലവ് കുറയ്ക്കാം എന്നതുകൊണ്ട്. അപ്പം എയ്റോഫ്ലോട്ടിൻ്റെ എല്ലാ ഫ്ലൈറ്റും മോസ്കോയിലിറങ്ങി അവിടുന്ന് കണക്റ്റിംഗ് ഫ്ലൈറ്റ് വേണം. അപ്പം എൻ്റെ ഡൽഹി മോസ്കോ ഫ്ലൈറ്റ് വല്ലാതെ താമസിച്ചു പോയി. അപ്പം ഞാൻ മോസ്കോയിൽ ഇറങ്ങിയപ്പോഴേക്കും മോസ്കോയിൽ നിന്ന് ലണ്ടനിൽ പോകുന്ന ഫ്ലൈറ്റ് വിട്ടുപോയിരുന്നു. ഏതായാലും അവർ എയ്റോഫ്ലോട്ടുകാരനെ എയർപോർട്ടിൽ നിന്നാണ്ട് 10-20 മൈൽ ദൂരെയുള്ള ഒരു ഹോട്ടലിൽ കൊണ്ടാക്കി. അപ്പോൾ രാത്രി ആണ്ട് 11:30-12 മണിയായി. ജനുവരി മാസം 4-ാം തീയതിയാണ്. മരം കോച്ചുന്ന തണുപ്പ്, -17 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. എനിക്ക് അതിന് തക്കതായ വസ്ത്രമൊന്നുമില്ല, വാം ക്ലോത്ത്സ് ഒന്നുമില്ല. ഇപ്പം ഞാൻ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. ഞാൻ ജനലിൽ കൂടെ നോക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ കാഴ്ച, ഒരു പാൽ സമുദ്രം പോലെ ആ പ്രദേശം ഇങ്ങനെ കിടക്കുക, കവേർഡ് വിത്ത് വെർജിൻ സ്നോ. അത് വർണ്ണിക്കാൻ, അതിൻ്റെ സൗന്ദര്യം വർണ്ണിക്കാൻ എനിക്ക് ഭാഷയില്ല. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ കൂടെ ടോൾസ്റ്റോയുടെയും ഡോസ്റ്റോവ്സ്കിയുടെയും ടെർഗനേവിൻ്റെയും കൃതികൾ വായിച്ച ഓർമ്മകൾ, പുഷ്കിൻ്റെയും അങ്ങനെയുള്ള എഴുത്തുകാരുടെയും, പിന്നെ റഷ്യൻ ഫിലോസഫേഴ്സ് അലക്സാണ്ടർ സോൾഷനെറ്റ്സിൻ, ഇങ്ങനെയുള്ള ആളുകളുടെ സാഹിത്യം, റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ തിയോളജിക്കൽ തിങ്കിങ്, ഇതൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഉത്സവം പോലെ നിറഞ്ഞു വന്നു. ഞാൻ എൻ്റെ മുറിയിൽ നിന്നിറങ്ങി. ഞാൻ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതിന് ധൈര്യം വന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എൻ്റെ മുറിയിൽ നിന്നിറങ്ങി ആ പാതിരായ്ക്ക് ആ വെർജിൻ സ്നോയുടെ പുറത്തൂടെ നടന്നു. അത് അവിസ്മരണീയമായൊരനുഭവമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് റഷ്യക്കാരോട് പ്രത്യേകിച്ച് മമതയോ അമേരിക്കക്കാരോട് മമതയോ ഇന്ന രാജ്യത്തോട് സ്നേഹമോ, എനിക്ക് എന്തെങ്കിലും പ്രതിപത്തി ഉണ്ടെങ്കിൽ എൻ്റെ രാജ്യത്തോടാണ്. അത് സങ്കുചിത മനോഭാവമാണെന്ന് തോന്നിയാലും അങ്ങനെ തന്നെയാണ്. അങ്ങനെ അല്ലാതിരിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. പക്ഷേ ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് മനുഷ്യരാശിയുടെ ബാക്കിയുള്ള അംശങ്ങളെ വെറുക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് അല്പം പോലും സ്വീകാര്യമല്ല. ഞാനത് മുമ്പൊരു വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. മനുഷ്യരാശിയെ വെറുത്തുകൊണ്ടുള്ള ദേശപ്രേമം എനിക്ക് വേണ്ട എന്ന ഒരു നിലപാടാണ് എനിക്കുള്ളത്. ഏതായാലും ഞാൻ പറഞ്ഞു വന്നത്,
ഇത് വളരെ ദൗർഭാഗ്യകരമായി പോയി. ഇത് ഭാരതത്തെ ആകമാനം വഞ്ചിക്കുന്ന ഒരു പ്രവൃത്തിയാണ് പുടിൻ ചെയ്തത്. അങ്ങനെയുള്ള പ്രവൃത്തി പുടിൻ്റെ കയ്യിൽ നിന്ന് ന്യായമായും പ്രതീക്ഷിക്കേണ്ടതാണ്. അവൻ്റെ തലച്ചോറ് അങ്ങനെ പ്രവർത്തിക്കുകയുള്ളൂ. സ്വന്തം നേട്ടത്തിനു വേണ്ടി ഏത് അതിക്രമവും യാതൊരു മനുഷ്യവികാരവുമില്ലാതെ കരിങ്കല്ല് പോലെയുള്ള മനസാക്ഷി കൊണ്ട് സാമർഥ്യത്തോട് നിർവഹിപ്പാൻ കഴിവുള്ളൊരു വ്യക്തിയാണ് പുടിൻ. അവനോട് കളിക്കുമ്പോൾ അല്പം സൂക്ഷിച്ചു വേണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഇതാ, നിങ്ങളുടെ സഹിഷ്ണുതയെ കൂടുതൽ പരീക്ഷിക്കാതെ ഈ ഉള്ളവൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമ്മുടെ രാജ്യത്തിന് നന്മ വരട്ടെ, നന്മ വരട്ടെ. നീതിയുടെ സൂര്യൻ ഭാരതത്തിൻ്റെ നെറുകയിൽ എപ്പോഴും ശോഭിച്ചുകൊണ്ടേ ഇരിക്കട്ടെ. അത് മാത്രമേ ഒരു പ്രാർത്ഥനയായി എൻ്റെ മനസ്സിൽ ഇനിയും അവശേഷിക്കുന്നുള്ളൂ. അസത്തോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോർമ അമൃതം ഗമയ.